അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം രാവിലെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. ബിലാൽ, റഅയ്തുൽ ബാരിഹത്ത ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ സ്വർഗത്തിൽ വച്ച് താങ്കളെ കാണുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്ന ആ ഒരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്നെ പറയുകയാണ്, ഇന്നലെ സ്വർഗത്തിൽ പോയപ്പോൾ ഞാൻ സ്വർഗത്തിൽ ബിലാലെ അങ്ങയെ കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അതിശയിച്ചു പോവുകയാണ്. എന്താണ് ബിലാൽ ഇവിടെ? ബിലാൽ സ്വർഗത്തിൽ എന്നെക്കാൾ മുൻപന്തിയിൽ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ബിലാലെ താങ്കൾ ചെയ്യുന്ന സൽക്രമം? ബിലാൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മാ അദൻതു ഇല്ലാ സൊല്ലൈതു റക്കാത്തൈനി, ഞാൻ ബാങ്ക് കൊടുത്താൽ 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിരിക്കും നബിയെ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കും. എപ്പോൾ ബാങ്ക് കൊടുത്തോ അപ്പോൾ ഞാൻ 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിരിക്കും നബിയെ. അതെൻ്റെ പതിവായി പോയി, എന്നും ഞാനത് ഒഴിവാക്കാതെ ചെയ്യാറുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. മറ്റൊരു കർമ്മം കൂടി ഞാൻ ചെയ്യാറുണ്ട് നബിയെ. അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറയുന്നു, നബിയെ, ഞാൻ എൻ്റെ വുളൂ എപ്പോൾ പോകുന്നു അപ്പോൾ തന്നെ ഞാൻ വീണ്ടും പുതുക്കി വുളൂ എടുക്കും. വുളൂ ഇല്ലാത്ത ഒരു സാഹചര്യം എനിക്കുണ്ടാവാറില്ല. ഏത് സമയത്തും ഞാൻ വുളൂഓട് കൂടിയായിരിക്കും ഉണ്ടാവുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഉറങ്ങാൻ സമയവും തണുപ്പുള്ള സമയത്തും ചൂടുള്ള സമയത്തും അങ്ങനെ സമയം ഏതാണ് അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെയാണ് എന്നൊന്നും നോക്കാറില്ല. ഞാൻ വുളൂഓട് കൂടി തന്നെയായിരിക്കും നബിയെ ഉണ്ടാവുക. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യം പറയുകയാണ്. പ്രിയമുള്ളവരെ, വളരെ അർത്ഥവത്തായ നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗ ലോകത്തേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ബിലാലിനെ തന്നെക്കാൾ മുന്നിൽ കണ്ട സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സംസാരവും ചർച്ചയും എല്ലാം ഉണ്ടായത്. നാമും ഇബാദത്തിൽ മുൻപന്തിയിലാവണം, സൽക്രമങ്ങളിൽ മുൻപന്തിയിലാവണം. സ്വർഗം നമുക്കും വേണം. അല്ലാഹു തആല അതിന് നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ വരുന്നു. അപ്പോൾ നാം എന്തായാലും ധാരാളം സൽക്കർമ്മങ്ങളിലൂടെ പടച്ചവനിലേക്ക് അടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹുവേ, ഇരുവീട്ടിലും വിജയത്തിനാവശ്യമായ സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകണം റഹ്മാനെ. ആദ്യമായിട്ട് കാണുന്ന സഹോദരങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായ വിജ്ഞാനവുമായി വരും ഇൻഷാ അല്ലാഹ്. വീണ്ടും കാണാം.